ഹബീബായ നബി തങ്ങളെ വഫാത്തായ എന്ന വാക്ക് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പിടിച്ച വാളുമായി ഉമറിനോട് അബൂബക്കറിനോട് പറഞ്ഞില്ല, അബൂബക്കറേ വഫാത്തായില്ല. മൂസാ നബി അല്ലാഹനെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നതുപോലെ എന്നെ മുത്ത് അല്ലാഹനെ കാണാൻ പോയതാണ്. അത് കഴിഞ്ഞിട്ട് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും അബൂബക്കറേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുമ്പോ ഹബീബായ നബി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞിട്ട് ഹബീബായ നബി തങ്ങളുടെ ആ പുണ്യമായ ശരീരം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കബറടക്കപ്പെട്ട് മണ്ണിട്ട് മൂടി. സഹാബത്ത് മുഴുവനും നാഥനില്ലാത്ത മദീനയിലേക്ക്, ഹബീബില്ലാത്ത മദീനയിലേക്ക്, തത്തയില്ലാത്ത കൂട്ടിലേക്ക് കടന്നു വരുമ്പോ ഹബീബായ നബി തങ്ങളുടെ ഫാത്തിമ ബീവി പൊട്ടിക്കരയുമ്പോ മദീന മുഴുവനും പൊട്ടിക്കരയുകയാ. ഈ മുത്തുനബിയില്ലല്ലോ, ഈ ഹറമിന്റെ സുഗന്ധമില്ലല്ലോ, ഈ ആമിനയുടെ ഭൂമോനില്ലല്ലോ, ഈ മസ്ജിദുൻ നബവിയുടെ രാവിലെ സഹാബാന്ന് വിളിക്കുന്ന വാക്ക് കേട്ടില്ലല്ലോ. ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിനോട് അനസ് അതാബത്ത് അൻഫുസുക്കും അൻ തഹസൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തുറാബ്. എന്റെ ഹബീബായ ഉപ്പാന മലത്ത് കിടത്തിയിട്ട് ഉപ്പാന മുഖത്തേക്ക് മണ്ണിടാ എങ്ങനെ കഴിഞ്ഞു അനസ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോന്നിക്കുന്നു. ഹബീബായ നബി തങ്ങളുടെ കബറടക്കം കഴിഞ്ഞു. സാബത്ത് ദുഃഖസാഗരത്തിൽ കിടക്കുമ്പോ അതാ കെട്ടുംപാണ്ടുമായിട്ട് ബിലാൽ വരികയോ. ഇവിടേക്ക് ബിലാൽ കാന്തനമാലയുടെ പ്രണയകാവ്യം കണ്ട് കൊതിരീപലരെ പറയാ, എന്റെ കാമുകനില്ലാത്ത മദീനയിലെ ഞാനിനില്ല. എന്റെ ഹബീബായ നബി തങ്ങൾ കണ്ണു തുറന്നാൽ എന്റെ മുത്തുനബിയെ കാണാത്ത മദീന എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ ഫലസ്തീനിലേക്ക് പോയി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ എന്റെ കാമുകനായ ഹബീബില്ലാത്ത മതാഉ കഹ്ലു മിൻ ഫറാക ജുഫൂരി മതാ അഫൂസു ബിനറത്തിന മിൻ അസൈലി. മദീനയുടെ മണ്ണെടുത്തിട്ട് എന്റെ കണ്ണിന് സുറുമയിടണമെന്ന് ആഗ്രഹം പറഞ്ഞ പ്രാവ്യപ്പല്ലകങ്ങൾ കൊണ്ട് പ്രേമത്തെ ലോകത്തോട്ട് നടക്കിയ അനുരാഗത്തിന് ഒരു ബിലാല് പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ കണ്ണ് തുറന്നാൽ എനിക്ക് എന്റെ കാമുകനായ ഹബീബിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അണയാത്ത പ്രേമത്തിന്റെ മൺചരാട് പോലെ ഷാമിലേക്ക് നാട് വിട്ടുപോയി ബിലാൽ റളിയല്ലാഹു അൻഹു. എനിക്ക് എന്റെ കാമുകനില്ലാത്ത നാട് വേണ്ട. അപ്പൊ പിന്നെ ഏറ്റവും നല്ല പ്രണയകാവ്യത പാറ കുട്ടികളെ, ഏറ്റവും നല്ല പ്രണയകാവ്യത അതിന് ഹൃദയത്തിൽ പ്രേമം വേണം. ഇത് മാംസ കച്ചവടത്തിന്റെ പ്രേമല്ല, മറ്റതൊക്കെ മാംസത്തിന്റെ പ്രണയമാണ്. ഇത് ഖൽബിന്റെ ഹുബ്ബാണ്. ഹുബ്ബ്, ആ ഹുബ്ബിന്റെ അനുരാഗത്തിന്റെ ചഷകം കുടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ബിലാൽ തിരിച്ചു വന്നതും ബാങ്ക് വിളിച്ചപ്പോൾ നാവ് പറച്ച് താഴെ വീണതും ഒക്കെ ചരിത്രമാണ്. ഇതൊക്കെ പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. പിന്നെ വന്നു രാത്രിയിൽ ഹബീബായ നബി തങ്ങളെ സ്വപ്നം കണ്ടു. പറയണോ? അത് പറയണോ? ഒക്കെ എല്ലാവർക്കും അറിയണല്ലേ. ഞാനതിന് ഒരു പറ്റൂല. പൊന്നു ഹബീബ്, വയസ്സായ കാർമ്മമാർക്കെങ്കിലും കൊച്ചുമക്കളോടൊരു സ്നേഹം ഉണ്ടാവും. അത് നമുക്ക് എന്നോടില്ലല്ലോ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ 12 മണിക്ക് തീരും, എന്നിട്ട് വേണം എല്ലാവർക്കും പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും എന്നെ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് ആള് കുറവായിരിക്കും. എവിടെ ആള് കുറവ്? ഇനിയിപ്പോൾ ഇത്തിരി കൂടുതൽ ആളുകൾ വരാതിരിക്കാന്നല്ല. ഇനിയിപ്പോൾ ഈ ഗ്രൗണ്ടിൽ എവിടെ നിൽക്കുക? മിൻബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം മജ്ലിസ. ചൂടുള്ള വെള്ളം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ മുത്തുനബി കണ്ണു തുറന്നാൽ എനിക്ക് മുത്തുനബിയെ കാണാം. അതാണ് പ്രേമം. കണ്ണടച്ചാനിയാണ് കാല്, കണ്ണടച്ചാനിയാണ്, കണ്ണ് തുറന്നാനിയാണ്, കാലുപൊക്കാനിയാണ് ഫാത്തിമ എന്ന് പറഞ്ഞ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു. കണ്ണ് തുറന്ന ഹബീബിനെ കാണണം മദീനയുടെ മുറ്റത്ത്.
കണ്ണടച്ചാൽ അവസാനം ഇശാ കഴിഞ്ഞ് പോകുമ്പോൾ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചുംബിച്ചിട്ടാ തിരിച്ചു പോവുക. കണ്ണടയ്ക്കുമ്പോഴും ഹബീബാണ്, കണ്ണ് തുറന്നാലും ഹബീബാണ്. ഏത് സമയത്തും മദീനയുടെ രാജകുമാരനാണ്. എന്റെ പ്രേമവാദനമില്ലാത്ത മദീനയിലേക്ക് വേണ്ടെന്ന് പറഞ്ഞു കറുത്തവനായ ബിലാൽ പോയി. പ്രേമത്തിനെന്ത് കറുപ്പാവുള്ളത്? ബിലാലിന് കറുപ്പാണ്, പ്രേമത്തിന് കറുപ്പും വെളുപ്പും വല്ലതും ഉണ്ടോ? ഈ ലൈല മജ്നൂന്റെ കഥ പറയൂല്ലോ, ലൈല കറുകറുത്ത അമാവാസി ഇരുട്ടായിരുന്നു എന്നാണ്. ലൈല അത്ര വലിയ വെളുത്ത പെണ്ണൊന്നും അല്ല, ആണോ? അല്ലേ? അങ്ങനല്ലേ? അങ്ങനല്ലേ? പടച്ചോനെ തെറ്റിയ. ലൈല മജ്നൂന്റെ കഥയൊക്കെ പറയൂല്ലോ, പക്ഷെ ലൈല എന്ന് പറയുന്ന ഈ പ്രണയകാവ്യത്തിന്റെ രാജകുമാരി കറുകറുത്ത അമാവാസി ഇരുട്ടായിരുന്നു. പടച്ചോനെ വള ചോദിക്കാൻ തന്നെ വരണം. വളയും മോതിരമൊന്നും എന്റെ വിഷയമല്ല, അത് വരണത് വരില്ലാത്ത പോകും. അതൊക്കെ വരണ്ട വന്നോളും, വരാത്ത വരും. എത്ര അള്ളാഹു നിങ്ങൾ പറയാൻ പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ നിർത്തിയാണ്. ഹബീബായന് ലൈല കറുത്ത പെണ്ണാത്ത് യഖൂലു ലൈല അസ്വദുൻ ഹബശിയ ലൗലാ സവാദുൽ മിസ്കി മാ കാന ആലിയാ. എല്ലാരും എന്നോട് പറഞ്ഞ് ലൈല കറുമ്പി പെണ്ണല്ല, നീ അവളെ പ്രേമിക്കുന്നത് എന്തിനാ? പ്രേമത്തിന് കറുപ്പും വെളുപ്പൊന്നും ഇല്ല. ചില നല്ല വെളുത്ത പെണ്ണുങ്ങളുടെ ഭർത്താവിനെ കണ്ട അവർക്ക് പടച്ചോനെ ഇവക്ക് കണ്ണിന് തിമിരമാണോ? അത് കൽബിന്റെ സ്നേഹമാണ്, അല്ല നിറത്തിൻ്റെതല്ല. അവരെ കൽബ് തമ്മിൽ അത്ര അടുപ്പുണ്ടാവും. കറുത്തവനായ ബിലാല് സ്നേഹിച്ചു വെളുപ്പിന്റെ പൂർണ്ണരൂപമായ മുത്തിനെ. ഇനി ആ എന്റെ കാമുകൻ കണ്ണു തുറക്കുമ്പോ കാണാനില്ലെങ്കിൽ ഞാനില്ല, പോയി വിട്ടുപോയി, നാട് വിട്ടുപോയി. കാഞ്ചനമാല ഇപ്പോഴും മുക്കത്തുണ്ട്, പോയില്ല. മനസ്സിലാവണില്ല. ഇതൊക്കെ മനസ്സിൽ കയറിയിട്ട് കുട്ടികൾ വിചാരിക്കുക ഇതൊക്കെയാ ലോകത്തിലെ അത്ഭുതം. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു കയറുക മഞ്ചേരിയിലും മലപ്പുറത്തും തിയേറ്റർ മുഴുവനും. അതൊന്നുമല്ല, അവസാന ശാമിലേക്ക് പോകുമ്പോ ഒരു രാത്രിയിൽ ബിലാൽ സ്വപ്നത്തിൽ കണ്ട് ഹബീബായ നബിയെ സ്വപ്നത്തിൽ കണ്ടിട്ട് ചോദിച്ചെന്നോട് പിണങ്ങിയ ബിലാൽ, നീ എന്റെ മദീന വിട്ട് വന്നോ ബിലാൽ? ഹബീബായ നബി തങ്ങളെ സ്വപ്നത്തിൽ വന്ന് ചോദിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു സങ്കടമായി. അവസാനം അവിടെ നിന്ന് മദീനയിലേക്ക് പോവുകയാ. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ബിലാൽ റളിയല്ലാഹു തആല മദീനയിലെത്തി എന്നറിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല ബിലാലിനോട് പറഞ്ഞു, ബിലാലേ ബിലാലേ മദീന മുഴുവനും മാത്രം പറഞ്ഞ ബിലാൽ വന്നു. മക്കത്തെ പള്ളിയിലെ മുഅദ്ദിൻ വന്നു, മദീനത്തെ പള്ളിയിലെ മുഅദ്ദിൻ വന്നു. ആ ബിലാലിന്റെ മധുരോദാരമായ ബാങ്കിന്റെ ഗതകാല സ്മരണം മദീനത്തിന്റെ മനസ്സിൽ അടിച്ചു വീശുമ്പോ അവസാനം മദീനയിൽ വന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞു നിൽക്കുമ്പോ ബിലാലിനോട് ഉമർ റളിയല്ലാഹു അൻഹുള്ള സഹാബത്ത് പറഞ്ഞു, ബിലാലേ ഒന്ന് ബാങ്ക് വിളിക്കും ബിലാൽ. ബാങ്കിന് ഇത്രയേറെ മാസ്മരീകമായ സൗരഭ്യമുണ്ടെന്ന് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത മുഅദ്ദിനെ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഉമറേ, അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനയിൽ എനിക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിരാകരിച്ചു വിളിക്കുമ്പോ മദീനത്തെ സഹാബത്ത് നടങ്ങും, ബിലാലേ ആ സുന്ദരമായ നാട് കേട്ടിട്ട് എത്ര നാളായി, ബാങ്ക് വിളിക്കും ബിലാൽ. എല്ലാവരും ഈ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടു ഹബീബായ നബി തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുറ്റത്തുകൊണ്ട് ലോകത്തിന്റെ രാജകുമാരൻ കിടക്കുന്ന തലസ്ഥാന നഗരിയുടെ രാജാവ് കിടക്കുന്നത് തലസ്ഥാന നഗരിയിലല്ലേ? നമ്മുടെ രാജാവ് കിടക്കുന്ന തലസ്ഥാന നഗരി മദീന. ആ മദീനയുടെ ചാരത്ത് കണ്ടിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂടി ബാങ്ക് കൊടുക്കുകയാ. ഗതകാല സ്മരണത്തിന്റെ തത്വസ്മരണങ്ങൾ തന്റെ മനസ്സിലായവർക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബിലാലിന്റെ കണ്ടനാളത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരോദാരമായ ശ്രവണമധുരമായ ശബ്ദം പുറപ്പെടുമ്പോ മദീനയിലെ വീടുകളിൽ മുഴുവൻ സ്ത്രീകൾ പോലും എഴുന്നേറ്റ് വന്ന് കുട്ടികൾ തക്ബീർ വിളിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് പാഞ്ഞു വരികയാ. കച്ചവടത്തിൽ നിന്ന് സഹാബത്ത് മുഴുവനും കച്ചവട വർഷങ്ങൾക്ക് മുമ്പ് കേട്ട പള്ളിയുടെ ബാങ്ക് കേൾക്കുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മാസ്മരീക ഉന്മാദ ലഹരിയിലെത്തപ്പെടുപോലെ ബിലാലിന്റെ കരകരത്ത ചുണ്ടിൽ നിന്ന് ബാങ്കിന്റെ നാളം മദീനയിൽ ആലോചിക്കുമ്പോ
മദീനത്തിന്റെ സാറത്ത് മുഴുവനും മസ്ജിദ് നബവിയുടെ താളത്ത് ഒരു സംഗീതത്തിന് ലയിച്ചതുപോലെ അവർ മനസ്സുകൊണ്ട് ലയിച്ചുകൊണ്ട് നിൽക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആല ബാങ്കിന്റെ മൂന്നാമത്തെ പദമെത്തി അശ്ഹദു അന്ന മുഹമ്മദാ അശ്ഹദു അന്ന മുഹമ്മദാ റൗളയിൽ കിടക്കുന്ന പ്രേമവാദനത്തിന്റെ പേര് പറഞ്ഞപ്പോ ബിലാലിന്റെ ചുണ്ട് വിറക്കുകയാ, ബിലാലിന്റെ കാല് പതറുകയാ, ബിലാലിന്റെ തൊണ്ട വരളുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് മുടിപ്പിക്കാൻ കഴിയാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങളുടെ പേര് മനസ്സിലേക്ക് വന്നപ്പോ, ചുണ്ടിൽ സ്പർശിച്ചപ്പോ അനുരാഗം ഹൃദയാന്തരാളത്തിലേക്ക് ഇറങ്ങി. മുഹമ്മദാ എന്ന് പൂർത്തീകരിക്കാൻ കഴിയാതെ അബോധരഹിതനായി താഴോട്ട് വീണ ബിലാൽ, താഴോട്ട് വീണ ബിലാൽ, താഴോട്ട് വീണ ബിലാൽ ബോധരഹിതനായി തന്റെ പ്രിയപ്പെട്ട കാമുകന്റെ സ്മരണയുടെ മുമ്പിൽ പേടിച്ചരണ്ട് വീണ് വിശ്രംഭിതനായി പോയ ബിലാൽ നനഞ്ഞ കുരുവി ഇങ്ങനെ ആ ഈറൻ അടിച്ചു തളിപ്പിക്കുമ്പോ അതിന്റെ ശരീരത്തിൽ കുളിര് വരുന്നത് പോലെ എന്റെ പ്രേമബാധനത്തിന്റെ പേര് കേട്ടാൽ എന്റെ ശരീരത്തിന് കുളിരാ, എന്റെ ശരീരത്തിന് തണുപ്പാ. ഇങ്ങനെ ഒരു സ്നേഹം പറയോ, ഇതുപോലൊരു സ്നേഹം പറയാൻ പറ്റോ? സമയമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രസംഗിച്ചു അനുരാഗത്തിന്റെ ത്രില്ലിൽ ഞാനും ഇങ്ങനെ നിൽക്കുകയാ. അവസാനം മരണാസന്നനായി ബിലാൽ റളിയല്ലാഹു തആല കടപ്പറയിൽ കിടക്കുമ്പോ എന്റെ മലിനാസന്നനായി സക്കറാത്തിൽ ബിലാൽ റളിയല്ലാഹു എന്ന് പറയുമ്പോ തൊട്ടടുത്തിരുന്ന് ഭാര്യ കരഞ്ഞു പറഞ്ഞു പത്രോ അയ്യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണല്ലോ, എന്റെ ഭർത്താവിന്റെ മരണവേദന, അയ്യാ വൈലത്താ, എന്റെ നാശമേ എന്ന് പറഞ്ഞ് ഭാര്യ പറഞ്ഞപ്പോ മരണക്കിടക്കയിൽ കിടന്ന് ബിലാൽ പറഞ്ഞത് അടുത്ത പ്രേമത്തിന്റെ വാക്കാ, അടുത്ത പ്രേമത്തിന്റെ വാക്കോ. ഈ മുക്കത്തെ പ്രേമമൊന്നും പ്രേമമല്ല മോനെ. പെണ്ണെ നീ കരയുന്നതെന്തിനാ? എനിക്ക് സന്തോഷമല്ലേ, എന്നെ നന്നായിട്ട് യാത്രയാക്കും പെണ്ണെ. നിങ്ങളെ യാത്രയാക്കേണ്ടത് ഞാൻ മരിച്ചു പോവുകയല്ല, ഞാൻ എന്റെ ഹബീബായ നബിയെ കാണാൻ പോവുകയാ. എന്റെ നബി തങ്ങളുടെ സിറാത്തിന്റെ അടുത്ത് എന്നെ കാത്തിരിക്കുന്നുണ്ട്, എന്റെ സാറത്ത് എന്നെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഹമ്മദൻ ഞാൻ എന്റെ പ്രേമബാധനത്തെ കാണാൻ പോവുകയാ. ഹൃദയത്തിലേക്ക് ഇഷ്ക് വന്നപ്പോ മരണം പ്രശ്നമല്ല, റൂഹ് പിരിയുന്നത് പ്രശ്നമല്ല, സക്കറാത്തിന്റെ വേദന പ്രശ്നമല്ല. കാരണം കാണാൻ പോകുന്ന കാഴ്ചകളല്ലേ സുന്ദരവദനൻ നബിയുനാ റസൂലുള്ളാഹ്. നബിയുനാ കാമുകനായ ഹബീബിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അണയാത്ത പ്രേമത്തിന്റെ മൺചരാട് പോലെ ഷാമിലേക്ക് നാട് വിട്ടുപോയി ബിലാൽ റളിയല്ലാഹു അൻഹു. എനിക്കെന്റെ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആമിമറ മനുഷ്യന്മാരെ, നബിയെ സ്നേഹിക്കണം. കാൽപന്ത് കളിക്കാരാ, ഫുട്ബോൾ കളിക്കാരാ, റയൽ മാഡ്രിഡ് അടക്കമുള്ള ക്ലബ്ബുകള് ആ പൊൻകാലുകൾക്ക് 300 കോടി രൂപ വിലയിട്ടിട്ട് പോലും അത് വേണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഹജ്ജിന്റെ സമയത്ത് കൈബാലയത്തിന്റെ തവാഫ് പേര് ഹബീബായ നബി തങ്ങളുടെ മദീനയിൽ വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിലെ സ്വർഗത്തിന്റെയും എന്റെയും വീടിന്റെയും ഇടയിലുള്ള സ്ഥലം ഭൂമിയിലെ സ്വർഗമാണെന്ന് പറഞ്ഞ ആ സ്ഥലത്ത് മുട്ടുകുത്തി കരഞ്ഞ് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുന്ന അടക്കമുള്ള യൂറോപ്യൻ 300 കോടി കാലിന് വില പറഞ്ഞ ഫ്രാൻസിന്റെ താര ഫുട്ബോൾ ഇതിഹാസം ഫ്രാങ്കോ റിബറിക്ക് കഴിഞ്ഞെങ്കിൽ ഫുട്ബോൾ ഇതിഹാസമായിരുന്ന ഫ്രാങ്കോ റിബറിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തുകാരാ ടസീസിനെ ഈശ്വരഫലീമൊക്കെ സംഭാവന ചെയ്ത കളിയുടെ പാരമ്പര്യമുള്ളവര് യൂറോപ്യൻ ക്ലബിന്റെ അഭിമാനമായ ഫ്രാങ്കോ റിബറിക്ക് പോലും മസ്ജിദുൻ നബവിയിൽ സുജൂദ് ചെയ്യാൻ മോഹം വന്നെങ്കിൽ എന്റെ പൊന്നുമോനെ ആ മോഹം എന്റെ ഹൃദയത്തിൽ വരുന്നില്ല. വീരേന്ദ്ര സെവാഗ് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചപ്പോ സങ്കടത്തോടെ നിങ്ങളെ ആ
ഹാഷിം ആംല എന്ന ദക്ഷിണാഫ്രിക്കയുടെ താടി വെച്ച തൊപ്പി വെച്ച കളിക്കാരനെ നിനക്കറിയോ? എന്ന മേഘദിന ക്രിക്കറ്റിലെ റാങ്കിങ്ങിന് മുമ്പിൽ നിൽക്കുന്ന ഡ്രസ്സിംഗ് റൂമിൽ നിന്നിട്ടൊരു മെസ്സേജ് വന്ന് കോച്ചുണ്ട്, 1 മണിക്ക് ടീമിന്റെ മീറ്റിംഗ്. ആ സമയത്ത് കുറെ കഴിഞ്ഞപ്പോ വീണ്ടും ഒരു മെസ്സേജ് വന്ന് ദക്ഷിണാഫ്രിക്കൻ കോച്ച് ഫ്ലെച്ചറുണ്ട്. അയാൾ ടീമുകൾക്ക് മെസ്സേജ് അയച്ചു, 1 മണിക്കുള്ള മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. ആ 1 മണിക്ക് ഹാഷിം ആംലക്ക് ലോഹർ നിസ്കരിക്കാൻ പോകണമെന്ന്, അതുകൊണ്ട് അദ്ദേഹത്തിന് ലോഹർ നിസ്കരിക്കാൻ പോകേണ്ടതുണ്ട്. മീറ്റിംഗ് മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ദീനിനെ വിട്ടുനിൽക്കുന്ന ചെറുപ്പക്കാരാ. ഹാഷിം ആംലക്ക് കിടങ്ങുന്നു. ഒരൊറ്റ കളിക്ക് മാത്രം കോടികൾ വരുമാനമുള്ള ഹാഷിം ആംലയുടെ ഭാര്യ പർദ്ദ മുഖം മറച്ചിട്ടും മുഖമക്കറയിട്ടിട്ടാ നടക്കുന്നതെങ്കിൽ തൊട്ടോടോടുള്ള ഉച്ചിട്ടം ഗൾഫിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോ ഇസ്ലാമിന്റെ വേഷം കളയുന്ന, ഇസ്ലാമിന്റെ പാരമ്പര്യം കളയുന്ന, അല്ലാഹുവിന്റെ റസൂലിനെ വലിച്ചെറിയുന്നവരെ, നിങ്ങളുടെ കാൽപന്ത് കളികളുടെ റോൾ മോഡലുകൾ മുഴുവനും ഹബീബായ മുത്തിന്റെ റൗളയിൽ സുജൂദ് ചെയ്തവരാ. അല്ലാഹു ഇഷ്ക് തരട്ടെ. ഇപ്പൊ ഞാൻ ഫുട്ബോളിനെ വിമർശിച്ചു എന്ന് പറയൂലല്ലോ. അവർക്കും ഇഷ്ടം ഫ്രാങ്കോ റിബറി കഴിഞ്ഞ ഹജ്ജിന് മുത്തുനബിയുടെ റൗളയിലാ സുജൂദ് ചെയ്തത്. അല്ലാഹു ബോധം തരട്ടെ. ഫ്രാങ്കോ റിബറി അറിയില്ല. വായിക്കണം വല്ലപ്പോഴും ഒക്കെ. എന്റെ വായനയുടെ ലോകം വിശാലമാണ്. വാക്കും ഇതൊക്കെ എവിടെ അങ്ങനെയല്ലല്ലോ. അത് അങ്ങനെയല്ല, എല്ലാരോടും അത് പറയണ്ടേ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ അള്ളാഹു സ്വർഗത്തിൽ എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിലാലിന്റെ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ചെയ്തൊരു വലിയ സൽക്കർമ്മമുണ്ട്. ആ സൽക്കർമ്മം ഇന്ന് ഇവിടെ മുതൽ നമ്മൾ നിത്യമാക്കും. ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ചെയ്യോ? കായൊന്നും അല്ല, അതെടുത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. കാശല്ല, നമുക്കെല്ലാവർക്കും, എൻ്റെ സഹോദരിമാർക്കൊക്കെ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ചോദിച്ചു, ബിലാലെ, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും പ്രതീക്ഷയോടെ നീ ചെയ്ത അമലേതാണ്? ബിലാൽ, നിന്നെ ഞാൻ സ്വർഗത്തിൽ എൻ്റെ മുമ്പിൽ കണ്ടല്ലോ ബിലാലെ. ഒരു സുബഹിക്ക് ശേഷം ഒരു വലിയ അത്ഭുതം നടന്നു മദീനത്തെ പള്ളി. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.